ഹായ് ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് എണ്ണ കേക്ക് ഉണ്ടാക്കാം. ഓണമൊക്കെ അല്ലേ, ഓണമൊക്കെ ആകുമ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ടിന്നുകളിൽ ഒക്കെ ഇട്ട് നിറച്ച് വയ്ക്കുന്ന ആ ഒരു ഇത് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്. ഇപ്പം ആർക്കും അങ്ങനെ ചെയ്യാനൊന്നും വയ്യ, ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങുവാണ് ചെയ്യുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്ന് ഇച്ചിരി കേക്ക് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു 10 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു 600 ഗ്രാം പഞ്ചസാര വരും, അതും പൊടിച്ച് തന്നെ ഞാനിതിൽ ചേർത്തു. ബീറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ് ചെയ്യാം. ഇപ്പം അതിനൊക്കെ പറ്റും. പഴയ കാലത്തെന്ന് വെച്ചാൽ അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പോൾ കൈകൊണ്ട് തന്നെ അന്ന് നല്ല കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പഞ്ചസാരയും മുട്ടയായിട്ട് ഇങ്ങനെ ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം, ആ ഒരു ഓർമ്മ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ അത് ചെയ്തു. പഞ്ചസാര പൊടിച്ചതാണ്, അതുകൊണ്ട് പിന്നെ വലിയ പാടൊന്നുമില്ല. മുമ്പൊക്കെ പഞ്ചസാര പൊടിക്കാതെ തന്നെ മുട്ടയിലിട്ട് ഒരു അരമണിക്കൂറോളം ഇങ്ങനെ കൈകൊണ്ട് ഇളക്കി 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 അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഞാൻ കളർ പൗഡറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ തന്നെയല്ലേ. കുറച്ച് സോഡയും ഇട്ട് ഒരു നുള്ളുപ്പും ഇട്ട് ഒരു 1.5 കിലോ മാവുമാണ് ഞാനിതിൽ ചേർത്ത. മാവ് കുറേശ്ശെ ഇട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങനെ അങ്ങോട്ട് ഇളക്കി 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 കുറേ സമയം ഇളക്കണം കേട്ടോ. ഇത് ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ നല്ല പാടാണ്. പിന്നെ കുറച്ചായതുകൊണ്ട് കുഴപ്പമില്ല, ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും. ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കൈ തോളൊക്കെ നല്ല കഴപ്പായിരിക്കും. പഞ്ചസാരയുടെ കൂടെ ഞാൻ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ടിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1 കിലോ മാവോളം അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇനി 1/2 കിലോ കൂടെ ഇതിലോട്ടിട്ട് നല്ല പോലെ ഒന്ന് മർദ്ദിച്ചങ്ങ് എടുക്കണം. നല്ല പാടാണ്, ലാസ്റ്റിലൊക്കെ ആകുമ്പോഴേ മാവങ്ങ് ടൈറ്റാകും. കുറച്ച് നാൾ മുമ്പൊക്കെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സഹായിക്കാനൊക്കെ ഒത്തിരി പേരുണ്ടാവും. ഇപ്പം എന്ന് വെച്ചാൽ ആരുമില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അത് കാരണം അങ്ങ് മടിക്കുന്നത്. എന്തെങ്കിലും ഇച്ചിരി ബേക്കറിയിൽ നിന്ന് വാങ്ങി വയ്ക്കാം എന്ന് വിചാരിക്കും. ഇപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി ഇച്ചിരി കേക്ക് അങ്ങ് ഇട്ടാലോ ഒന്ന്. പഴയ കാലമൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുകയും വേണമല്ലോ. അത്തം അങ്ങോട്ടാകുമ്പോൾ തന്നെ ഓരോ ദിവസവും ഓരോ ജാതി പലഹാരങ്ങളിടും കേട്ടോ. അങ്ങനെയാണ്, ഒരു 7-8 ജാതിയെങ്കിലും ഒക്കെ കാണും. അന്നൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ബന്ധുക്കളൊക്കെ വീട്ടിൽ വരും, അവർക്കൊക്കെ കൊടുത്തു വിടണം. നമ്മൾ അങ്ങോട്ട് ചെല്ലും, അവിടെ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഓണമൊക്കെ ഉണ്ടല്ലോ. ആ പഴയ കാലമൊക്കെ എന്ത് സന്തോഷമാണെന്നോ. ഇപ്പോൾ ഒരുത്തരുടെയും വീട്ടിലൊന്ന് കയറി പോകത്ത് പോലും ഇല്ല, പോകാൻ പറ്റത്തുമില്ല. പലയിടത്ത് ആ ഒത്തിരി ദൂരമൊക്കെയാണ് എല്ലാവരും. അത് കാരണം ഓണത്തിന് പോലും നമ്മൾ തമ്മിലൊന്നും കാണാറില്ല. വല്ലപ്പോഴും ഒരു കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴാണ് ഒന്ന് നമ്മൾ കാണുന്നത്. ഇപ്പം അങ്ങനെ ഓണമേ ഇല്ല, എന്തേലുമൊക്കെ കാട്ടിക്കൂട്ടി അതങ്ങ് കഴിയും. കുറേ ഡ്രസ്സൊക്കെ എടുക്കും, കുറേ പച്ചക്കറിയൊക്കെ വാങ്ങും. ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴത്തെ ഓണം. പണ്ടെന്ന് വെച്ചാൽ തിരുവോണം വരെ നോക്കിയിരിക്കണമല്ലോ ആഘോഷിക്കാൻ. ഇപ്പം അങ്ങനല്ല, അത്തം മുതലേ അങ്ങ് ആഘോഷമാണ്. ഡ്രസ്സുകളൊക്കെ അതിന് മുന്നേ തന്നെ എടുത്ത് ക്ലബ്ബുകളായാലും ഓരോ ഓഫീസുകളായാലും എല്ലായിടത്തും അങ്ങ് ഓണാഘോഷമാണ്. ഇപ്പോഴത്തെ രീതി അത് വേറെയാണ്, പഴയ കാലത്തെ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ കൊള്ളാവുന്നത് എന്നും ആഘോഷമാണ്. നമുക്ക് എത്ര പുതിയ ഡ്രസ്സുകളായി ഇപ്പോൾ ഓണത്തിന് വാങ്ങുന്നത്. മുമ്പെന്ന് വെച്ചാൽ അങ്ങനല്ലല്ലോ, ഒരെണ്ണമല്ലേ ഉണ്ടാവുള്ളൂ, അതിടാൻ വേണ്ടിയിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു തിരുവോണമാകാൻ. ഇപ്പം അങ്ങനല്ല, അത്തം മുതലേ പുതിയതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മാവ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് ഓരോ ചെറിയ പീസുകളാക്കി നമുക്ക് എണ്ണയിലേക്ക് ഇടുന്ന രംഗമാണ് ഇനി കാണാൻ പോകുന്നത്. അടുത്തത് മാവ് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ, ചിലർ 1.5 മണിക്കൂർ ഇങ്ങനെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കും. ഞാനും അതുപോലെ 1 മണിക്കൂർ വെച്ചിരുന്നിട്ടാണ് ഇത് എടുത്തിങ്ങനെ കട്ട് ചെയ്തത്.
എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസും അങ്ങോട്ട് പറക്കിയിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒരേപോലെ ഒന്നും കരിഞ്ഞു പോകാതെ ഒരേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ തന്നെ ചെയ്യണം. ഒത്തിരി അങ്ങ് തീ കൂടിപ്പോയാൽ അത് കരിയാനായിട്ട് സാധ്യതയുണ്ട്, അകം വേഗത്തുമില്ല. ഇത് മാത്രമേ ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി പാകമാകുമ്പോൾ നമുക്കറിയാൻ പറ്റും. കേക്ക് നമുക്ക് സാധാരണ നമ്മൾ കാണുന്നതല്ലേ. എന്നിട്ടത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഗോൾഡ് കളറാകുമ്പോൾ ഇറക്കി നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്, അതും കൂടെ അങ്ങ് ചെയ്തേക്കണം. ഓക്കെ, ബൈ.